ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അനുശ്രീ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? സൈനിക് സ്കൂളിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ സൈനിക് സ്കൂളിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേരൊന്നും കേൾക്കാത്തവരും ഉണ്ടാവും. അപ്പൊ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. സൈനിക് സ്കൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ് സൈനിക് സ്കൂൾ എന്ന് പറയുന്നത്. ഈ സൈനിക് സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ എന്തിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ? സൈനിക് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സൈനിക് സ്കൂളുകൾ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂളുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ NDA പോലെയുള്ള, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമി പോലെ, അതെ INA പോലുള്ള, നേവൽ അക്കാദമി പോലുള്ള അക്കാദമീസിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ, അത്തരം അക്കാദമിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക, അത്തരത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സൈനിക് സ്കൂളുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, നല്ല പൊതുബോധവും അച്ചടക്കവും അക്കാഡമിക്കലി നല്ല എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വാർത്തെടുക്കുക എന്നുള്ളതും എന്തിന്റെ ലക്ഷ്യമാണ്? സൈനിക് സ്കൂളുകളുടെ ലക്ഷ്യമാണ്. അപ്പൊ സൈനിക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നല്ല അച്ചടക്കവും പൊതുബോധവും ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ വേണ്ടി സാധിക്കുന്നതാണ്. 6ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കുമാണ് സൈനിക് സ്കൂളുകളിലോട്ട് അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റുകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിലേക്കുള്ള ഈ എൻട്രൻസ് എക്സാമിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലെ? അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പം അപ്ലൈ ഒക്കെ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് സൈനിക് സ്കൂളുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കേരളത്തില് 4 സൈനിക് സ്കൂളുകളാണുള്ളത്. അതിൽ ഒരെണ്ണം പഴയതാണ്, കഴക്കൂട്ടം, ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് ഓൾഡ് സൈനിക് സ്കൂൾ ഉള്ളത്. മറ്റ് 3 ന്യൂ സൈനിക് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. അത് എവിടേക്കാണെന്ന് അറിയാമോ? കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, ഈ മൂന്ന് ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് ബാക്കി 3 ന്യൂ സൈനിക് സ്കൂളുകൾ ഉള്ളത്. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾഡ് സൈനിക് സ്കൂളുകൾ 33 എണ്ണമാണ്. പുതിയതായിട്ട് വന്നേക്കുന്ന ന്യൂ സൈനിക് സ്കൂളുകൾ എന്ന് പറയുന്നത് 40 എണ്ണമാണ്. അങ്ങനെ ടോട്ടൽ 73 സൈനിക് സ്കൂളുകളാണ് നമുക്ക് ഉള്ളത്. CBSE അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഈ സൈനിക് സ്കൂളുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ സൈനിക് സ്കൂളിലോട്ടുള്ള, ഞാൻ പറഞ്ഞു, എൻട്രൻസ് എക്സാം ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പൊ ഈ എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ ഒരു സിലബസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, 6ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കുമുള്ള എൻട്രൻസ് എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് 6ാം ക്ലാസ്സിലെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് 6ാം ക്ലാസ്സിലെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 300 മാർക്കിനാണ് എക്സാം വരുന്നത്. ഈ 300 മാർക്കിലെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന സിലബസ് എന്ന് വെച്ച് നോക്കിക്കേ. ലാംഗ്വേജിന് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്കാണ് ലാംഗ്വേജ്, നമ്മുടെ ഭാഷയ്ക്ക് വരുന്നത്. അടുത്തത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? മാത്തമാറ്റിക്സ് നിങ്ങൾ നോക്കിക്കേ, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്ക് വെച്ച് ടോട്ടൽ 150 മാർക്കിനാണ് മാത്തമാറ്റിക്സിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരിക. അടുത്തത് ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ്, മാനസിക ശേഷിയുടെ ഭാഗത്തുനിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 25 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ച് 50 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ ജികെയും 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ച് ടോട്ടൽ 50 മാർക്കിനായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? GKയുടെ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 300 മാർക്കിനാണ് എന്ത് എഴുതേണ്ടത്? നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയി. മാത്തമാറ്റിക്സിന് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 50 ക്വസ്റ്റ്യൻസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ? ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ച് കിട്ടും. അങ്ങനെ ടോട്ടൽ 150 മാർക്കിനാണ് മാത്തമാറ്റിക്സിന് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാ സബ്ജക്റ്റിനും, ഇപ്പം ലാംഗ്വേജ് ആണെങ്കിലും ഇന്റലിജൻസ് ആണെങ്കിലും GK ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ചാണ് കിട്ടുക. മാത്സിലേക്ക് വരുമ്പോഴോ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെ ടോട്ടൽ 300 മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇപ്പൊ നമ്മളിപ്പം ലാംഗ്വേജിന് 25 മാർക്ക് എന്ന് കണ്ടു, 25 ക്വസ്റ്റ്യൻസ് എന്ന് കണ്ടു.
അല്ലെങ്കിൽ 50 മാർക്ക് എന്ന് കണ്ടു. മാത്തമാറ്റിക്സിന് 150 മാർക്ക് എന്ന് കണ്ടു. അപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്സിന്റെ അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്ക് വരുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടല്ലോ, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും 7ഓളം ലാംഗ്വേജസിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. നമ്മൾ CC ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലും മലയാളം ലാംഗ്വേജിലും ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, മാത്സിലോട്ടേക്ക് വരുമ്പം മാത്സിൽ എന്തൊക്കെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്, 50 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിലുള്ളത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് കിട്ടും. ടോട്ടൽ 150 മാർക്കിനായിരിക്കും മാത്സിൽ വരുന്നത്. അപ്പൊ മാത്സിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പേടിയാകും, കുറേ ടോപ്പിക് ഉണ്ടല്ലേ, കാണുമ്പോൾ ചിലപ്പോൾ പേടിയാകും. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. നോക്കിക്കേ, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, LCM HCF ഒക്കെ നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ. LCM HCF ഒക്കെ. യൂണിറ്ററി മെത്തേഡ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിംപ്ലിഫിക്കേഷൻ, ആവറേജ്, പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നമ്മുടെ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, റോമൻ ന്യൂമറൽസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്, സർക്കിൾസ്, പ്ലെയിൻ ഫിഗേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, സ്പീഡ് ആൻഡ് ടൈം, ടെമ്പറേച്ചർ, അറേഞ്ചിങ് ഓഫ് ഫ്രാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 25ഓളം ടോപ്പിക്കുകളാണ് നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളത്. ഇപ്പം 25 ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തോരം ടോപ്പിക്കാ, കുറേ പഠിക്കാനുണ്ടല്ലോ, ഇതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഈസി ആയിട്ടും വളരെ രസകരമായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മാത്സ് എന്ന് വെച്ചാൽ ഒരു ഗെയിം പോലെയാണ് അല്ലേ. അപ്പോൾ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ടോപ്പിക്കൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇന്റലിജൻസിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇന്റലിജൻസിന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ. 25 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് ടോട്ടൽ മാർക്ക് എത്ര വരും, 50 മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടത്. ഈ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത് നോക്കിക്കേ, അനലോജീസ് വഴിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് വെർബൽ അനലോജീസ് വഴിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇന്റലിജൻസിൽ നമുക്ക് റീസണിങ് ഒക്കെയാണ് നമുക്ക് ഇന്റലിജൻസിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്റലിജൻസിൽ വരുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് ലാംഗ്വേജ് ഉണ്ട് അല്ലേ. ലാംഗ്വേജ് ഇപ്പം അത് ഇംഗ്ലീഷ് ആകാം, ഹിന്ദി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് ആകാം. നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് അനുസരിച്ചിട്ട് നമുക്ക് 25 മാർക്കിന് വരുന്ന സിലബസ് ആണ് ഈ കിടക്കുന്നത്. 25 മാർക്കല്ല, 50 മാർക്കിന് വരുന്ന സിലബസ് ആണ് ഈ കിടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, കോംപ്രഹെൻഷൻ, പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ് ഒക്കെ അറിയാലോ. അതുപോലെ തന്നെ വൊക്കാബുലറി, വേർബ്സ് ടൈപ്പ്, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ടെൻസ്, കൈൻഡ്സ് ഓഫ് നൗൺസ്, പിന്നെ പ്രോനൗൺസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ്. ഇഡിയംസ്, അതുപോലെ തന്നെ ജെൻഡർ, അഡ്വേർബ്സ്, സിംഗുലർ ഓർ പ്ലൂരൽ തുടങ്ങിയ കുഞ്ഞു ടോപ്പിക്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുള്ളൂ. കാണുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ കവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി നമ്മൾ വലിയ ക്ലാസ്സിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ വലിയ ക്ലാസ്സിലേക്കും എന്താകും, ഈ പഠിത്തമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി GK നോക്കിക്കേ. GKയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാമല്ലോ. GKയിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 50 മാർക്കിനാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 50 മാർക്കിനാണ് വരുന്നത്. GKയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സയൻറ്റിഫിക് ഡിവൈസസ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സയൻറ്റിഫിക് ഡിവൈസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐക്കൺസും സിമ്പിൾസും ഏതൊക്കെയാണ്, ഇപ്പം നാഷണൽ എംബ്ലം ഒക്കെ ഇല്ലേ അതുപോലുള്ളത്. അതുപോലെ നമുക്ക് മേജർ റിലീജിയൻസ് അല്ലെ, ഇന്ത്യയിലെ മേജർ റിലീജിയൻസ് ഏതൊക്കെ, അതുപോലെ തന്നെ റിലീജിയസ് ബുക്സുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചറിനെ പറ്റി പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസസ് ഏതൊക്കെ, ഫോക്ക് ഡാൻസസ് ഏതൊക്കെ, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അമ്മമാരൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഡാൻസ് ഫോംസിനെ പറ്റിയിട്ടൊക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ
മൗണ്ടെയിൻസിനെ പറ്റിയിട്ട്, പിന്നെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ എർത്തുമായി ബന്ധപ്പെട്ട് എർത്തിന്റെ ഷേപ്പിനെ പറ്റിയിട്ടും ഗ്രാവിറ്റേഷനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഉണ്ട്, ഫോസിൽ ഫ്യൂവൽസ് പോലുള്ള നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഫുഡ് കൾച്ചർ, ഹാബിറ്റാറ്റ്, ലാംഗ്വേജസ്, ഓരോ വേരിയസ് റീജിയൻസിലുള്ള നമ്മുടെ ഹാബിറ്റാറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കൾച്ചറിനെ പറ്റിയിട്ടും ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് കുറച്ചും കൂടി ടോപ്പിക്സ് പഠിക്കാനുള്ള ടേസ്റ്റ്, ഡൈജഷൻ, സയൻസിന്റെ ഭാഗത്തുനിന്ന് അത് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്, അല്ലെ, ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കണം. ഇതൊക്കെ നമ്മൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, നെയിംസ് ഓഫ് യങ് വൺസ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ്. അതും സ്കൂളിൽ 3ലും 2ലും ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സാധനങ്ങളാണ് ഈ നെയിംസ് ഓഫ് യങ് വൺസ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബോഡി പാർട്സ്, അല്ലെ, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ബോഡി പാർട്സിന്റെ ഫങ്ഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എന്താ പറയുക, ചെറിയ ചെറിയ കുറച്ച് ടോപ്പിക്കുകളാണ് വരുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് മൂലം നമുക്ക് ഫ്യൂച്ചറിലേക്കും ഗുണം ചെയ്യും. ഈ എക്സാമിന് ഗുണം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്കും ഈ ഒരു പഠിത്തം ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് വളരെ രസകരമായി പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സൈനിക് സ്കൂൾസിൽ അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് CC നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്, ഈ ഒരു എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കിൻ്റെയും റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ CCയുടെ ഭാഗമാകാൻ, CC+ന്റെ ഭാഗമാകാൻ ഒരു ഇൻഡിവിജ്വൽ ടീച്ചറുടെ കൂടെ, ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ രസകരമായി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് സൈനിക് സ്കൂളിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്